ഈ ഇങ്ങനെ പൊതിഞ്ഞ് കിട്ടുന്ന സാധനങ്ങൾ തുറന്നു നോക്കാൻ ഒരാവേശം ഉണ്ടാവും അല്ലെ? ഇത് മറ്റൊരാൾ തരുന്നതാണെങ്കിലും കുറച്ചും കൂടി സന്തോഷമുള്ള കാര്യമാണ്. ഇനി ആ തരുന്നയാൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിലോ അതും വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. പലരുടെയും ലവ് ലാംഗ്വേജ് ആണ് ഈ പറയുന്ന ഗിഫ്റ്റ് ഗിവിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും ബർത്ത്ഡേസിലും ആനിവേഴ്സറീസിലും ഒക്കെ നമ്മൾ ഗിഫ്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാറുമുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേയ്സിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഡേയ്സുകളൊന്നും ഓർത്ത് വെക്കാറില്ല. പലപ്പോഴും പറയാറുണ്ട് ഒരു കാര്യമാണ്. ഞാൻ മറന്നു പോകും. ഈസിലി ഡേറ്റ്സുകൾ മറന്നു പോവാറുണ്ട്. എന്നൊക്കെ വളരെ അഭിമാനപൂർവ്വം പറയുകയും അത് എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്ത പലരെയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പലപ്പോഴും ആൾക്കാർ ഈ ഡേറ്റ്സ് ഒക്കെ മറന്നു പോവാറുണ്ട്. പക്ഷേ ഇത് ഓർത്തു വെക്കാൻ ഒരുപാട് വഴികളില്ലേ? ഒരു റിമൈൻഡർ ഇട്ടാൽ അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾ അത് ഓർത്തിരിക്കും. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ മറന്നു പോകാറുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ചെങ്കിലും ഒരു സമയം സ്പെൻഡ് ചെയ്യാനും ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റൊന്നും അല്ലെങ്കിലും ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ അവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കാനും കുറച്ച് സമയം കണ്ടെത്തുമ്പോൾ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് തോന്നുന്നത് ഹി ഓർ ഷീ കെയർസ് മീ എന്നുള്ളതായിരിക്കും. ആ നമുക്ക് കൊടുക്കുന്ന കോൺഫിഡൻസും ഹാപ്പിനെസ്സും ഒക്കെ വളരെ വലുതാണ്. സോ നിങ്ങൾ നാളെ മറ്റൊരാളുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി ഞാൻ എന്റെ ആനിവേഴ്സറീസിന്റെ ഡേറ്റ് ഒന്നും ഓർക്കുന്നില്ല, ഞാൻ ഇവന്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ അവന്റെ ബർത്ത്ഡേസ് ആലോചിക്കാറില്ല, ഓർക്കാറില്ല, ഞാൻ എന്റെ മക്കളുടെ ബർത്ത്ഡേ ഓർക്കാറില്ല എന്നൊക്കെ വളരെ അഭിമാനത്തോടു കൂടി പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, മറവി എന്ന് പറയുന്ന ഒരു രോഗം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്. മറവി എന്ന് പറയുന്ന സാധനം ചിലപ്പോഴെങ്കിലും മനുഷ്യരുടെ ലൈഫിലെ വില്ലൻ ആവാറുമുണ്ട്. സോ നിങ്ങളുടെ ആനിവേഴ്സറീസ്, നിങ്ങളുടെ ബർത്ത്ഡേസ്, നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ബർത്ത്ഡേസ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ദിവസങ്ങളൊക്കെ മറന്നു പോവാതെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതുപോലെയുള്ള ചെറിയ ചെറിയ സെലിബ്രേഷൻസ് നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി ഫ്രൂട്ട്ഫുൾ ആക്കുകയും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുകയും ചെയ്യും. അത് ഒരുപാട് സന്തോഷം നിങ്ങളിലൂടെ ജനിപ്പിക്കുകയും ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ.